സത്യം സുഹൃത്തുക്കളെ, നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കണ്ടുപിടിക്കുന്ന വീഡിയോ കാണുമ്പോഴേ എന്ത് പറയണമെന്നൊരു പിടുത്തമില്ല. ഈ സംഘികളെ കൊണ്ട് നമ്മൾ നാണം കിടുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ തല്ല് ഒരു റെസ്റ്റോറൻറ്റിലാണ്, നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടല്ല കേട്ടോ. ഇത് നമ്മുടെ UK-യിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ആ മെനുവിൽ ബീഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹിന്ദുത്വവാദികൾ അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് കിടന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് എന്ത് തിന്നണമെന്നും ഏത് ധരിക്കണമെന്നൊക്കെയുള്ള വലിയ വിഷയത്തിലേക്ക് ഇവർ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും UK-യിൽ ചെല്ലുന്നു. അവിടെ കുറേ മലയാളികളുണ്ട്. ഈ പറയുന്ന ബ്ലഡി ഹിന്ദുക്കൾ മാത്രമല്ല, ഈ പറയുന്ന വൃത്തികെട്ട ഹിന്ദു സംഘികൾ മാത്രമല്ല, എല്ലാവരും ബ്ലഡികളല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ പ്രത്യേകം പറയുന്നത്. ഈ പറയുന്ന ഈ ബ്ലഡി എന്താ പറയുക, RSS സംഘികൾ മാത്രമല്ല ഇന്ത്യയിലുള്ളത്. സാധാരണ ഹിന്ദു വിശ്വാസമായിട്ട് അത് ആരെയും ദ്രോഹിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ഹിന്ദുക്കൾ അവിടെ ഉണ്ട്, ഒരുപാട് ക്രിസ്ത്യൻസ് അവിടെ ഉണ്ട്, ഒരുപാട് മുസ്ലിംസ് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരെയും ഒരേ ഗണത്തിൽ അവന്മാരോട് പെടുത്തി കളയും. ഈ വരുന്ന ഹിന്ദിക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കാർ അവർ എന്താണ്, ഈ ഹിന്ദുക്കൾ മാത്രമാണ്, ഇന്ത്യക്കാർ ഹിന്ദുക്കൾ മാത്രമാണ്. അവർ RSS എന്ന് പറയുന്ന പ്രത്യേക ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട്, തീവ്ര ഹിന്ദുക്കളുണ്ട്, അവരിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് UK-ക്കാർ ചിന്തിക്കില്ല. അവിടെയുള്ള എല്ലാവരും എന്താണ് ഇന്ത്യക്കാരും ഒരേപോലെയാണെന്നൊക്കെ ഇവരെ ധരിച്ചു കളയും. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഗതിയാണ് എ ഷഫിൾഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ ഹിന്ദുസ് അറ്റംപ്റ്റ് ടു കോസ് ഡാമേജ് അറ്റ് അബ്ബാസിൻ റെസ്റ്റോറൻറ്റ് ഓവർ ബീഫ് ഡിഷസ് ഓൺ ദ മെനു. ബീഫ് ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ തല്ലുണ്ടാക്കിയത്. എന്തായാലും അടിപൊളിയായിട്ട് തല്ലുണ്ടാക്കി നേരെ അതേപോലെ തിരിച്ചു കിട്ടിയെന്നാണ് കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. ആ കൊടുക്കണം. സത്യം പറയാലോ, സംഘികൾക്ക് അടികിട്ടുന്നാകുമ്പോൾ ഒരു സന്തോഷമാണ്. ആ കിട്ടുന്നോക്കെ കിട്ടാച്ച അടിപൊളി കിട്ടലാട്ടോ. എന്താണ് കിട്ടല്? അതായത് ഇന്ത്യയിൽ സംഘികളൊക്കെ ഇങ്ങനത്തെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നല്ല കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് വളരെയധികം അധ്വാനിച്ച് പഠിച്ച് പൈസ ഉണ്ടാക്കി അങ്ങോട്ട് UK-യിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുക, എന്നിട്ട് ആ നാട്ടിലത്തെ ആൾക്കാരെ നിയമം പഠിക്കാൻ പോവുക. അതേതാണ് ഇന്ത്യയിലത്തെ നിയമം അവരെ പഠിപ്പിക്കാൻ പോവുക. എൻ്റെ പൊന്നു സംഘികളെ, ഈ UK-യിലെ ആളുകൾക്ക് ഈ എന്താ പറയുക, പശു എന്ന് പറയുന്നതോ ബീഫ് എന്ന് പറയുന്നതോ ഇതൊന്നും അവർക്ക് അമ്മയും അച്ഛനൊന്നല്ല. നിങ്ങളെപ്പോലുള്ള കുറച്ച് ഉത്തരേന്ത്യ സംഘികൾക്ക് മാത്രമാണ് ഇവർ അമ്മയും അച്ഛനൊക്കെ ആയിരിക്കുന്നത്. അവിടെ ഉള്ളവർക്ക് ഇത് അമ്മയല്ല അച്ഛനല്ല, അവർക്കത് കഴിക്കാനുള്ള ഒരു ഭക്ഷണമാണ്. അവരത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിനെ വളർത്തുകയും അത് ഏറ്റവും വളരെ വൃത്തിയായ രീതിയിൽ അതിനെ അറുത്ത് അവർ ഭക്ഷിക്കും. പല വിധത്തിൽ അവർ തിന്ന് ശീലിപ്പിക്കുന്ന ആൾക്കാരാണ്, തിന്ന് ശീലിക്കുന്ന ആൾക്കാർ. അവരെ ഭക്ഷണത്തിൻ്റെ മെയിൻ ഭാഗം തന്നെയാണ് ബീഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വേറെ നാട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. തൊട്ടു മുമ്പിൽക്കുന്ന ആൾക്കാർ മഹത്തായ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ ബാക്കിയാണെന്നോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല. നല്ല കിട്ടും. അവർക്കിവിടെ ഒരാളെയും പേടില്ല. അവർക്ക് അവരുടെ നാടിനെ മാത്രം നോക്കിയാൽ മതി. അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ ഹോട്ടലിൽ പോയിട്ട് അവരുടെ മെനു നോക്കിക്കൊണ്ട് അതിൽ ബീഫുണ്ട്, നീ അത് വിൽക്കാൻ പാടില്ല എന്ന് പറയാം. ഇവർ എന്ത് ബോധമില്ലാത്തവരാണെന്നേ. അത് രാമൻ്റെ പേരിലാണ് ഇവർ നടത്തുന്നത്. സത്യം പറയാലോ, ശ്രീരാമന് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. കാരണം ഇമ്മാതിരി വർഗ്ഗങ്ങളൊന്നും ജനിപ്പിക്കേണ്ട എന്നൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ശ്രീരാമൻ അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ബാക്കി തലമുറയാണ്, ആ ദൈവമാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുള്ള പറയപ്പെടുന്നത്. അത് ഇപ്പോൾ അദ്ദേഹം തോന്നുന്നുണ്ടാവുക ഇമ്മാതിരി വർഗ്ഗങ്ങളൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിപ്പോവും. എന്തായാലും വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നടത്തിക്കൂട്ടുന്ന ഈ വൃത്തികേടിൻ്റെ ഒപ്പം തന്നെ ഈ വൃത്തികെട്ടന്മാർ, ഈ നരാധവന്മാർ, ഈ ഒരു അറുനാറികൾ അവർ UK-യിൽ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യും, എന്ത് പറയുന്നു ഒരു പിടുത്തമില്ല. എന്തായാലും റെസ്റ്റോറൻറ്റ് അധികൃതർ അവർക്ക് ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അത് പോലീസ് കേസായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നല്ല, വേറെ നാട്ടിൽ പോയിട്ടാണ്, ആ നാട്ടിൽ പോയിട്ട് ആ നാട്ടുകാർ ഉപദ്രവിച്ച കേസാണ്. അടുത്ത കാലത്തൊന്നും ഇനി ഇറങ്ങില്ല. എന്തായാലും ജയിലിൽ കിടക്കുന്ന സമയത്ത് ബീഫ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇനി തിന്നാൻ കൊടുക്കുന്നുണ്ടാവുക. ഏകദേശം ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെറും ബീഫിൻ്റെ ആൾക്കാരായിട്ട് ഇവരൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ബീഫിൻ്റെ പേരിലല്ലേ തല്ലുണ്ടാക്കിയത്. കുറച്ച് ബീഫ് നിന്ന് എന്താ സംഭവിക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ബീഫ് മിക്കവാറും അവർ തീറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്ത് ചെയ്യും എൻ്റെ സംഖ്യകളെ.